ഉമേഷ്, ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഗുഡ് മോർണിംഗ്. രാവിലെ വിശ്വാസികളെല്ലാം ഏറ്റവും സ്നേഹത്തോടെ പെരുന്നാളിൻ്റെ ചടങ്ങുകളിൽ പങ്കുകൊള്ളുകയാണ്. എന്താണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് പറയാൻ പറ്റുന്നത്? മനു പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഒപ്പം ഗുഡ് മോർണിംഗ്. കൊച്ചിയിലും ഈദ്ഗാഹ് അടക്കം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസികളെല്ലാം ഈ പെരുന്നാളിൻ്റെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ ഇപ്പോൾ പങ്കുകൊള്ളുകയാണ്. ഞാൻ നിൽക്കുന്നത് ഈ ചക്കരപ്പറമ്പിൽ ഈദ്ഗാഹ് നടക്കുന്ന ആ ഒരു സ്ഥലത്താണ്. ഈദ്ഗാഹ് കമ്മിറ്റിയുടെ സിറ്റി ഈദ്ഗാഹ് ആണ് ഈ ദേശീയപാതയിൽ ചക്കരപ്പറമ്പിന് സമീപം പാരീസ് സ്പോർട്സ് സെൻറ്ററിൽ ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ നേതൃത്വം നൽകുന്നത് അറഫ മസ്ജിദ് ഖത്തീബ് ഇസ്ഹാഖ് അസരി ആണ്. അദ്ദേഹമാണ് ഇവിടെ നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ പ്രത്യേക പ്രാർത്ഥന ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. 7 മണിക്ക് തന്നെ ഇവിടെ ചടങ്ങ് തുടങ്ങി. സാധാരണ കലൂർ സ്റ്റേഡിയത്തിലാണ് ഇത്തരത്തിൽ ഈദ്ഗാഹ് നടത്താറുള്ളത്. എന്നാൽ KNMൻ്റെ നേതൃത്വത്തിൽ കലൂർ ഈദ്ഗാഹ് ഇത്തവണ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാകുമോ എന്നുള്ള സംശയത്തെ തുടർന്നാണ് അവിടുത്തെ ഒഴിവാക്കിയത്. പകരം ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് ഈദ്ഗാഹ് നടക്കുന്നുണ്ട്. ഇതുകൂടാതെ കൊച്ചിയിലെ തന്നെ വിവിധ മുസ്ലിം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കലൂർ SRM റോഡിലെ തോട്ടത്തുംപടി ജുമാ മസ്ജിദിൽ ചീഫ് ഇമാം ഹാഫിസ് മുഹമ്മദ് ത്വാഹ അശരി നേതൃത്വം നൽകുന്നുണ്ട്. അവിടെ 7 മണിക്ക് തന്നെ അവിടെയും ആരംഭിച്ചു. കലൂർ ഹൈവേ ജുമാ മസ്ജിദ്, പച്ചാളം അൽ ഹിലാൽ ജുമാ മസ്ജിദ് തുടങ്ങിയിടങ്ങളിലൊക്കെ ഇത്തരത്തിൽ പ്രാർത്ഥനകൾ ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ കൊച്ചിയിലെ മാത്രമല്ല, മധ്യ കേരളത്തിലെ മറ്റിടങ്ങളിലും തൊടുപുഴയിലടക്കം ഈദ്ഗാഹ് ഉണ്ട്. തൊടുപുഴ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവരാണ് പെരുന്നാൾ ദിനത്തിൽ തൊടുപുഴയിലെ പ്രത്യേക ഈദ്ഗാഹ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തൊടുപുഴ ടൗൺ ജുമാ മസ്ജിദ്, തൊടുപുഴ സെൻട്രൽ ജുമാ മസ്ജിദ് അടക്കം ഉള്ള വിവിധ പള്ളികളിലും ഈദ്ഗാഹുകൾ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ആലപ്പുഴ ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ബീച്ചിൽ പെരുന്നാൾ നമസ്കാരം ആരംഭിക്കുന്നുണ്ട്. അവിടെ KM അഷ്റഫ് നീർക്കുന്നമാണ് അവിടെ നേതൃത്വം നൽകുന്നത്. ആലപ്പുഴ മുനിസിപ്പൽ ടൗൺ ഹാൾ ഗ്രൗണ്ടിലും പെരുന്നാൾ നമസ്കാരം ആരംഭിക്കുന്നു. കോട്ടയത്ത് വിവിധ മുസ്ലിം പള്ളികളിൽ പ്രത്യേകിച്ച് തിരുനക്കര പുത്തംപള്ളി പെരുന്നാൾ നിസ്കാരം 8 മണിയോടെ ആരംഭിക്കും. അവിടെ ഇമാം താഹ മൗലവി അൽ ഹസനിയാണ് അവിടെ നേതൃത്വം നൽകുന്നത്. താഴത്തങ്ങാടി മുസ്ലിം ജമാഅത്ത്, ഒപ്പം കോട്ടയം താജ് ജുമാ മസ്ജിദ് തുടങ്ങിയിടങ്ങളിലൊക്കെ 8 മണിയോടെ ആരംഭിക്കും. തൃശ്ശൂരിൽ ഈദ്ഗാഹ് തൈക്കാട് അൽ ഹിദായ മസ്ജിദ് ഗ്രൗണ്ടിലാണ് ഈദ്ഗാഹ് ആരംഭിക്കുന്നത്. അവിടെ 7:45 ചടങ്ങുകൾ ആരംഭിക്കും. മുഹസിൻ മുഹമ്മദ് പടിഞ്ഞാറങ്ങാടിയാണ് അവിടെ ഈദ്ഗാഹിന് നേതൃത്വം നൽകുന്നത്. ഇതുകൂടാതെ തൃശ്ശൂർ CMS സ്കൂൾ ഗ്രൗണ്ടിലും അൻസാർ സ്കൂൾ ഓഡിറ്റോറിയത്തിലും കേച്ചേരി അൽ ഇസ്ലാഹ് സ്കൂൾ ഗ്രൗണ്ടിലുമൊക്കെ ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ നേരത്തെ മറ്റ് ജില്ലകളിൽ കണ്ടതുപോലെ തന്നെ തൃശ്ശൂരിലെ വിവിധ മുസ്ലിം പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കൊച്ചി ചക്കരപ്പറമ്പിലുള്ള ഈദ്ഗാഹ് അവിടെ പ്രത്യേക പ്രാർത്ഥനകൾ തുടരുകയാണ്. വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കുകൊള്ളുകയാണ്. ആത്മസമർപ്പണത്തിൻ്റെ ആഘോഷം എന്നുള്ള നിലയിൽ തന്നെ വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ തക്ബീർ ധ്വനികളാണ് എവിടെയും മുഴങ്ങുക എന്നുള്ളതാണ്. ഏതായാലും ഇതിനുശേഷം ഈ പ്രാർത്ഥനകൾക്ക് ശേഷം വിശ്വാസികൾ പരസ്പരം ആശ്ലേഷിച്ച് ആയിരിക്കും മടങ്ങുക.